ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ജിഞ്ചർ കുട്ടൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ലീഷൊക്കെ ഇട്ട് റെഡിയായിരിക്കുകയാണ്. ഇതാ കൂടെ എടുത്തുകൊണ്ട് വെച്ച് അവൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. നമ്മൾ ബാക്കി പിള്ളേരെല്ലാം അപ്പുറത്ത് അടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അവൻ്റെ വേലയെന്ന് പറഞ്ഞാൽ അവന് കഴിക്കാനുള്ളതാവും പെട്ടെന്ന് കഴിക്കും. കഴിച്ചിട്ട് മറ്റുള്ളവരെ നേരെ ഒരു അറ്റാക്കിനുള്ള ശ്രമം എപ്പോഴുണ്ട്. ആദ്യമൊന്നും കഴിക്കില്ലായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഡ്രൈ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഞാവിനായി എന്ന് പറഞ്ഞൊരു സൗണ്ട് വെച്ചിട്ട് കുറേ കഴിയുമ്പോൾ ഛർദ്ദിക്ക്. ഇപ്പം അതില്ല. ഇപ്പം അപ്പോഴപ്പോഴേ വിശക്കുമ്പോൾ ഇരുന്ന് വിളിക്കാം ഡ്രൈ ഫുഡ് കൊടുക്കാൻ. വേറെ എന്ത് സാധനം വെച്ചാലും കൂട്ടി കയറില്ല കേട്ടോ. ഈ ഡ്രൈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു അഡിക്ഷൻ പോലെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ബോഡി കൂട്ടി കയറിക്കൊള്ളും. അപ്പോൾ എന്തായാലും ഞാനും നമ്മളെ ജിഞ്ചർ കുട്ടനും എല്ലാവരും കൂടെ മോളും കൂടെ വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. ഞാനും പൂച്ചയും തൂക്കിക്കൊണ്ട് എന്നെ നടപ്പ് കണ്ട നടന്ന് ഞാൻ തളർന്ന് ഒരു പരിവായി. അവന് വെയിറ്റ് കൂടി 6 കിലോ അടുത്ത് വെയിറ്റായി. ഈ നടത്തം ആലോചിച്ചപ്പോഴാണ് ഇത്രയും ദിവസം ലേറ്റായത്. കൊണ്ടുപോകാൻ നല്ല കഷ്ടപ്പാടുണ്ട്. തൂക്കിക്കൊണ്ട് പോകാൻ കുറേ ദൂരം നടക്കണം. എന്നാണ് ഫ്രണ്ട്സ്, നമ്മൾ നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ട സുന്ദരനാണോ സുന്ദരിയാണോ എന്ന് പറഞ്ഞൂടെ ഒരു അടിപൊളി ക്യാറ്റ് ഇരിക്കുകയാണ്. പെണ്ണാണോ നല്ല മുഖം കണ്ടിട്ട്? ഏയ് സുന്ദരി, ജിഞ്ചറിനെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വിട്ടുകൊടുത്തേക്ക് മതിയായിരുന്നു. ഇങ്ങനെ ഇവരെ പൂച്ചയായിരിക്കും ഈ ആസാമിൽ. ചക്കരയെല്ലാം ഉറക്കാം. അവൻ നിക്കറിട്ട് കിടക്കുകയായിരുന്നേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാം നനഞ്ഞ് പരിവാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ഊരിക്കൊടുത്ത് ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും സ്പ്രേ അടിക്കണം. പക്ഷേ അവൻ അതിനൊന്നും നിന്നില്ല. അവൻ അങ്ങോട്ട് വേറെ കമ്പിളിയുടെ അടുത്തോട്ട് പോയി കിടന്ന് ഉറങ്ങുകയാണ്. ചേട്ടനൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് ബഷീറിൻ്റെ അടുത്ത്. മറ്റേ ആൾ അവിടെ ഫ്രണ്ട് റൂമിലൊക്കെ പിള്ളേർ ട്യൂഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർ കിടക്കുന്ന ഈ പ്ലാസ്റ്റിക് ബോക്സ് എല്ലാം എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ട് വെച്ച് കൊടുത്ത്. മറ്റവന് അവിടെ ബാൽക്കണിയിൽ തുറന്നു വിട്ടേക്കാണ്, കിച്ചൺ ബാൽക്കണിയിൽ. ഇന്ന് രാവിലെ എപ്പോഴും അവൻ ആരോ അവിടെ അറിയാതെ ഓർമ്മിക്കാതെ തുറന്നപ്പോൾ അവൻ നേരെ ഓടി ഫ്രണ്ട് റൂമിൽ വന്ന്. ലിയോ അവിടെ എവിടെ നിൽക്കുകയായിരുന്നു. അവളോടി ഈ റൂമിലോട്ട് വന്ന് കയറി. കുഞ്ഞു കട്ടിൻ്റെ അടിയിൽ ഒരു പലകയ്ക്ക് ഇരിക്കുകയായിരുന്നു. അവ ഒന്നും അറിയണുണ്ടായിരുന്നില്ല. പക്ഷേ കുഞ്ഞുവിൻ്റെ അടുത്തോട്ടൊന്നും നമ്മൾ വിടത്തില്ല, കടിച്ചു കയറി കളയും. കുഞ്ഞു എഴുന്നേറ്റ് പോയി കഴിഞ്ഞു. കൂടക്കകത്തിരിക്കുകയായിരുന്നു. പിന്നെ താഴെ ഇറങ്ങിക്കിടന്ന് ഇപ്പോൾ എനിക്ക് വന്ന് വെളിയിലോട്ട് വെള്ളം കുടിക്കാൻ പോയി. ഇനി ഇന്ന് ഡേറ്റ് 12 ആയി. ഇനി ഒരു 17 ആൾ വരുന്നത്. ജിഞ്ചർ കുട്ടൻ്റെ കാര്യമൊന്നും ആയില്ല ഫ്രണ്ട്സ്. ജിഞ്ചർ കുഞ്ഞിൻ്റെ കാര്യമൊന്നും ആയില്ല കേട്ടോ. എന്താ ചെയ്യുന്നതെന്നറിയില്ല. ആരും ഇതുവരെയും ഒരു മറുപടിയും തന്നില്ല. അവ ഇപ്പം ഒന്ന് വെയിറ്റ് എല്ലാം വെച്ച് ഒരു 6-7 കിലോ വെയിറ്റായി. എനിക്ക് ഇവിടെ ഒരു ശല്യക്കാരൻ തന്നെ. ഒന്നാമത് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് അടി കിട്ടും. അവൻ്റെ ഇങ്ങനെ നമ്മൾ പൂട്ടിയിട്ട് തീറ്റ കൊടുക്കുന്നുണ്ട്. അവൻ നല്ലതായിട്ട് ഭക്ഷണം കഴിക്കും. പൂട്ടിയിട്ട് തീറ്റ കൊടുക്കണോണ്ട് അപ്പിയെല്ലാം എടുത്ത് കളഞ്ഞാലും നല്ല ഒരു മണം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണുണ്ട്. അതൊരു കാര്യം. പിന്നെ എപ്പോഴും കണ്ണ് തെറ്റിയാലും കുഞ്ഞുവിനെ ആക്രമിക്കണം എന്നുള്ള ഒരാഗ്രഹമുണ്ട്. അതും എനിക്ക് കുറച്ച്
ടെൻഷൻ ആണ്. കുഞ്ഞൂട്ടൻ വന്ന് വെളിയിൽ പോയി വെള്ളം കുടിച്ച് വന്നു. ഇനിയിപ്പോൾ മണം പിടിച്ച് ലിയോപ്പിയെ ഓടിക്കും. ഇന്നങ്ങനെ നേരെ ചൊവ്വേ ഭക്ഷണമൊന്നും കഴിച്ചില്ല. പിന്നെ നമ്മൾ മറ്റേ ജിഞ്ചർ കാറ്റിനെയും കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയിരുന്നു കേട്ടോ. ഇഞ്ചക്ഷൻ എടുക്കാൻ പോയി അവിടെ ചെന്നപ്പം വലിയ കാര്യത്തിൽ ആട്ടോയിലെല്ലാം കയറിപ്പോയി പൈസയും ചിലവാക്കി അവിടെ ചെന്നപ്പോഴത്തേക്ക് പിന്നെ മാഡം ഇല്ല. അവരെവിടെ പോയിരിക്കണമെന്ന് കേട്ടപ്പോഴത്തേക്ക് ഓഫീസിൽ പോയിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കുറേ നേരം കഴിഞ്ഞവൻ പറഞ്ഞു ഇവന് വാക്സിൻ എടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ കേട്ട് ഇതുപോലെ പാർവോ വൈറസ് വന്നതാണ്. അപ്പോൾ പിന്നെ ഇനി വീണ്ടും വാക്സിന് എടുക്കാൻ പറ്റുമെന്ന് കേട്ടോ. അപ്പോഴത്തേക്ക് പറഞ്ഞു അതിന് റിലാക്സ് അതൊന്ന് റിക്കവറി ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അവൻ നല്ല റിക്കവറിയൊക്കെ ആയിട്ടുണ്ട്. കുഞ്ഞു എന്താണെന്ന് നമ്മുടെ ഉമ്മ വയ്ക്കാൻ നോക്കണം, അവൻ മൊബൈലിനകത്ത് കയറാൻ നോക്കണം. കുഞ്ഞുട്ട ഇവിടെ കടയിടാം, എൻ്റെ അടുത്ത് കടയിടാം. 2-3 ദിവസം കൂടെ ഉള്ളൂ ഇവിടെ സ്വാതന്ത്ര്യത്തോടെ കട്ടിൻ്റെ പുറത്തൊക്കെ കയറി ഇങ്ങനെ ഞരങ്ങാൻ. ചേട്ടൻ കട്ടിൻ്റെ പുറത്തൊന്നും കയറാൻ സമ്മതിക്കില്ല. ഞാൻ എന്ത് ചെയ്യുന്ന വരുന്നതിന് മുന്നേ എല്ലാ തുണികളും വാരിയിട്ട് കഴുകി പിന്നെ ഇവിടെയൊന്നും വച്ചിരിക്കില്ല. നമ്മളെന്ത് ചെയ്യുമെന്ന് വരുമ്പോഴത്തേക്ക് അതിനെല്ലാം പറക്കി കഴുകാൻ പറ്റണതൊക്കെ കഴുകും. അല്ലാത്തതിനൊക്കെ വെളിയിൽ അക്ഷയിലൊക്കെ വാരിക്കൊണ്ടിടും, അയയിൽ വാരിക്കൊണ്ടിടും. പിന്നെ ഇവിടെ കിടക്കുന്ന എല്ലാം വാരിയിട്ട് കഴുകും. ബെഡ്ഷീറ്റൊക്കെ കഴുകി പുതിയത് വിരിക്കും. പിന്നെ വീടെല്ലാം തുടച്ച് നീറ്റാക്കി എന്ന് വെച്ചാൽ വന്ന് കയറുമ്പോൾ സ്മെല്ലടിക്കാൻ പാടില്ല. പിന്നെ വഴക്കുണ്ടാക്കും. പിന്നെ നമ്മൾ തുടപ്പ് തന്നെ ആയിരിക്കും ജോലി. ഈ തുണിയിൽ കഴുകുന്ന ഫാബ്രിക് ലിക്വിഡില്ലേ, അതാണ് വാരി വെള്ളത്തിലൊഴിച്ച് മുറിക്കാൻ തുടങ്ങുന്നത്. പൂച്ചയുടെ മണം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഇഷ്ടമല്ല, എന്നാലും ഗതികേട് കൊണ്ട് തുണി കഴുകണ ഫാബ്രിക്കൊക്കെ വാരിയിട്ട് നമ്മൾ മുറിക്കാൻ തുടയ്ക്കും. നമ്മൾക്ക് ഇത്തിരി അലസമായിട്ട് ഇരിക്കാൻ പറ്റുന്നത് ചേട്ടൻ ഇല്ലാത്ത ദിവസങ്ങളിൽ അത്രയാണ്. കണ്ട കുഞ്ഞു കിടക്കുന്ന കട്ടിൻ്റെ പുറത്താണ് വന്നിരിക്കുന്നത്. എൻ്റെ വയറെല്ലാം ഒട്ടിക്കിടക്കണേ. ഇടയ്ക്കിടയ്ക്ക് അവന് ചുമയൊക്കെ വരുന്നു കേട്ടോ. ഭയമുണ്ട് നമുക്ക്. ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. മറ്റേ പൂച്ചയ്ക്ക് പാർവോ വൈറസിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റിയില്ല. ഇനി അവർ പറഞ്ഞ് നാളെ രാവിലെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ്. നാളെ ഞാൻ കേട്ട് നാളെ കാണുമോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച വന്ന്. എനിക്കാണെങ്കിൽ ഇന്ന് ഈ പൂച്ചയും തൂക്കിക്കൊണ്ടുപോയി. അതിന് 6 കിലോ ഒന്നും അല്ല കേട്ടോ, 7 കിലോ എങ്കിലും വെയിറ്റ് വരും. ജിഞ്ചർ കാറ്റ് കൂട്ടിനകത്ത് കിടന്നിങ്ങനെ കഴിക്കണല്ലേ, എന്നെ പോലെ പൊണ്ണത്തടിയും കാറ്റായി. അതിനെങ്ങനെ തൂക്കിക്കൊണ്ട് നടന്ന് നല്ല ബോഡി പെയിനുണ്ട്, ക്ഷീണമുണ്ട്. നാളെ ഇനി മോനുണ്ട്, അവൻ്റെ പരീക്ഷ ഇന്ന് കഴിഞ്ഞ്. അപ്പോൾ അവന് നാളെ ഒരു ദിവസം റെസ്റ്റാണെന്ന് തോന്നുന്നു. ശനി ഞായറുണ്ട്. ഞായറാഴ്ച ഹോസ്പിറ്റലില്ല. അപ്പം നാളെ ഒന്ന് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്. നാളെയും കൂടെ ഒന്ന് കൊണ്ടുപോകാം. ഇഞ്ചക്ഷൻ എടുത്തിട്ട് കൊണ്ടുവിടാനേ, അതിനെക്കൊണ്ട് വിളയിൽ കൊണ്ട് കളയുന്ന കാര്യം ആലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നു. ചിലരൊക്കെ പറയണം കൊണ്ടുവിടല്ലേ, കൊണ്ടുവിട്ടാൽ കർമ്മഫലം അനുഭവിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്ത് കർമ്മഫലം? ഞാൻ ഇനിയിപ്പം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കർമ്മഫലത്തിനെക്കാട്ടി വലിയ കർമ്മഫലം ഇനി ഉണ്ടാവാം ചിലപ്പോൾ. ഇനി പ്രായമൊക്കെ ആയി വരെയല്ലേ വാർദ്ധക്യം വന്നു ചേരും. അപ്പം പലവിധ രോഗങ്ങൾ നമ്മളെ അലട്ടും. ഇന്നത്തെ കാലം അങ്ങനെയാണല്ലോ. നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള രോഗങ്ങളും കഷ്ടതകളും ഒക്കെയാണ് വരണത്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ കുഞ്ഞുവാണെങ്കിൽ സുഖമില്ലാതിരിക്കുന്നു. അപ്പോൾ അവൻ്റെ കാര്യവും അറിയത്തില്ല. അവൻ ചിലപ്പം എത്ര കാലം ജീവിച്ചിരിക്കുമെന്നൊന്നും അറിയില്ല. എന്നാലും അവൻ ഉള്ളിടത്തോളം അവനെ സ്നേഹിച്ച് കൂടെ വയ്ക്കും. അത് തന്നെ ലിയോപ്പിയും നമ്മൾ ആരെയും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതല്ല.
അവളെ നമുക്ക് പിന്നെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിട്ടിയിട്ടുള്ളതാണ്. കുഞ്ഞുവാണെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കണതുകൊണ്ടാണ് അവ ഇപ്പോഴും ജീവനോടെ ഇരിക്കണം, അല്ലെങ്കിൽ അവ ഇതിനു മുമ്പേ ഭൂമിയിൽ നിന്ന് അവ ഔട്ടാവുമായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവർ നല്ലൊരു മരുന്ന് പറഞ്ഞു തന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ നെറ്റിലൊക്കെ നോക്കി തപ്പി എടുത്ത മരുന്നാണ് കുഞ്ഞു കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ ജീവിച്ചു പോകണം. കർമ്മഫലം അനുഭവിക്കാനുള്ളത് നമ്മൾ അനുഭവിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എത്ര വീട് വൃത്തിയാക്കി വെച്ചാലും തൂത്തും തുടച്ച് വെച്ചാലും പൂച്ചേരവർ കാട്ടം ഉണ്ടാവും. അപ്പോൾ എനിക്ക് മിക്കവാറും നല്ല ഇടി തന്നെ കിട്ടിക്കൊണ്ടിരിക്കണം. പെടലിക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മളെ കൈയെല്ലാം നല്ല ചതയും. മിക്കവാറും എല്ലാവരും ഒറ്റ ഇടി കിട്ടുമ്പോൾ തന്നെ ഇറങ്ങി ഓടും. ഞാൻ പൂച്ചേരെ പേരും പറഞ്ഞ് വാങ്ങിയെടുക്കുന്നത് എത്രയെന്ന് എനിക്ക് അറിയാവൂ. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയണതിനെക്കുറിച്ചൊന്നും എനിക്ക് അത്ര ഇതില്ല. ഇടി കൊള്ളണമുണ്ടെന്നും അല്ല, നിർത്താൻ സമ്മതിക്കല്ലേ, കൊണ്ട് വിടുന്നില്ലേ എന്ന് പറഞ്ഞും കൊണ്ട് നേരം വെളുത്ത ഇട്ടവൾക്ക് ഒരു മനുഷ്യൻ പറയാൻ തുടങ്ങുമ്പോൾ പിന്നെ അതൊരു ബുദ്ധിമുട്ട് തന്നെ. വിഷമമുണ്ട് അവനെ കൊണ്ട്. ഇത്രയും ദിവസം അവൻ വെളിയിലൊക്കെ കിടന്ന് തന്നെ വന്നപ്പോഴത്തേക്ക് ഒരു വൃത്തിയും വെടിപ്പും ഇല്ലാത്ത ഒരു പിന്നെ പൂച്ചയായിരുന്നു. ഇപ്പോൾ അവനെ കാണാൻ നല്ല സുന്ദരനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ എന്തോന്ന് പറയാൻ, വിഷമമുണ്ട്. എന്നാലും കൊണ്ടുവിടണം. അല്ലാതെ മനുഷ്യൻ്റെ കാര്യം അങ്ങനെ തന്നെ. മനുഷ്യൻ ചിലർ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ജയിലിൽ കിടക്കുന്നവരുണ്ട്, ബന്ദികളായിട്ട് പിടിച്ച് വയ്ക്കപ്പെട്ടവരുണ്ട്. ഇന്നും എന്ന് വെച്ചാൽ എന്തെല്ലാം പറയാൻ, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായവരെ പല വിധ ചൂഷണങ്ങൾക്കും അവർ വിധേയമാകുന്നുണ്ട്. അവർ ആഗ്രഹത്തോടെ അല്ല ഒന്നും ജീവിതത്തിൽ സംഭവിക്കണം, പക്ഷേ അതെല്ലാം അവർ അനുഭവിക്കേണ്ടി വരുന്നു. അതുപോലെ ജിഞ്ചർ കാറ്റും അവൻ്റെ ലൈഫ് ഇനി എന്താവണമെന്ന് അറിയില്ല. അവന് ആരും കൊണ്ടുപോകാനൊന്നും വന്നില്ല. പിന്നെ ഒരാൾ മറുപടി പറയാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മറുപടിയൊന്നും ഇതുവരെ വന്നില്ല. ഇനി എത്ര ദിവസം മറുപടി പറഞ്ഞു വരുമ്പോഴത്തേക്ക് സമയമൊക്കെ കഴിഞ്ഞു പോകും. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.